അയ്യേ ഇതുപോലും അറിയില്ലേ എന്ന് നിങ്ങളിൽ ചിലർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ തോടുള്ള കടല എത്ര പുഴുങ്ങിയാലും ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഉപ്പ് പിടിച്ചിരുന്നില്ല. എത്ര വെള്ളം ഒഴിച്ചാലും എത്ര ഉപ്പിട്ട് ഒരുപാട് വിസിലടിച്ച് പുഴുങ്ങിയാലും ഉള്ളിലത്തെ കടലയ്ക്ക് ഒരു വികാരവും ഉണ്ടാവില്ല. അപ്പോഴാണ് ചെന്നൈയിലെത്തിയപ്പോൾ തൊട്ടടുത്തുള്ള അക്ക ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നത്. அந்த மேலே தோல் இதை மொடுக்குன்னு சத்தம் கேட்குது இல்லையா, அது கொஞ்சம் ஓப்பன் ஆகும். அது உள்ள அந்த உப்பு தண்ணி போச்சுன்னா நல்லா இருக்கும் சாப்பிடும். സംഗതി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കടല ഇതുപോലെ നിലത്തോ അല്ലെങ്കിൽ കിച്ചൻ്റെ സ്ലാബിലോ വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തോട് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലൂടെ ഉപ്പ് വെള്ളം പോയിട്ട് ആ കടല നല്ല വേകുമ്പോൾ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് അക്ക പറയുന്നത്. അക്കയുടെ സ്വന്തം നാട്ടിൽ വേർക്കടല എന്ന് പറയുന്ന ഈ കടലയാണത്തെ പ്രധാന കൃഷി. അപ്പോൾ പിന്നെ ഇതിൻ്റെ മൊത്തം ഹിസ്റ്ററി അറിയാണ്ടിരിക്കില്ലല്ലോ. പിന്നെ എന്നോട് പറഞ്ഞു കൂടെ ഞാനേ സെഞ്ചു കൊടുക്കറേന്നും പറഞ്ഞുകൊണ്ട് 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ട് അത് നിറച്ച് മുങ്ങുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊരു 3 വിസിൽ വരുന്നത് വരെ എന്നോട് വേവിക്കാൻ പറഞ്ഞു. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിൽ വേവുന്നവരെ വേവിച്ചിട്ട് അത് ഓഫാക്കി അങ്ങനെ വെച്ചോളാൻ പറഞ്ഞു. ആവശ്യത്തിന് ഉപ്പിടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുവർ മാൻസ് ആൽമണ്ട് അല്ലെങ്കിൽ പാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്ന ഈ നിലക്കടലയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഒരുപാട് മഗ്നീഷ്യം, വിറ്റമിൻ ഇയും പ്രോട്ടീനൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതുപോലെ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ പിള്ളേർക്ക് ബോറടിക്കുമ്പോൾ ഇതുപോലെ പുഴുങ്ങി കൊടുക്കുകയാണെങ്കിൽ അവർ മെല്ലെ ഓരോന്ന് തോട് പൊളിച്ച് കഴിച്ചോളും. അപ്പോൾ സമയവും പോവും, ശരീരത്തിന് നല്ലതാണ്. ഇനി ഇതുപോലെ നിലക്കടല തോടോടുകൂടെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് പുഴുങ്ങി നോക്കൂ കേട്ടോ.